Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിന്ന് കസ്റ്റാർഡ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഓവനില്ലാതെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ ഓവനിൽ ഉണ്ടാക്കുന്ന അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഓവനില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കസ്റ്റാർഡ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 1 കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 3/4 കപ്പ് മൈദയും 1/4 കപ്പ് കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടിയിട്ട് 1 കപ്പിൻ്റെ മെഷർമെൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലൊരു അരിപ്പ വെച്ചിട്ട് നമ്മൾ അളന്നെടുത്തിട്ടുള്ള ഈ കസ്റ്റാർഡ് പൗഡറും മൈദ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കണം. മിനിമം 2 പ്രാവശ്യമെങ്കിലും നമുക്കിത് അരിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അരിച്ചെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് ഇതുപോലെ കുറച്ച് വേസ്റ്റ് കിട്ടും. അത് നമുക്ക് കളയാം. അപ്പോൾ ഞാൻ രണ്ടാമത് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ കേക്ക് എല്ലാ സൈഡിലും ഒരേപോലെ പൊന്തി വരുള്ളൂ. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചിടാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് പൊട്ടിച്ചിടാം. മുട്ടയുടെ വെള്ളയും മഞ്ഞൊന്നും സെപ്പറേറ്റ് ചെയ്യണ്ട. ഇതുപോലെ ഇട്ടിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ 4 മുട്ടയും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലത്തെ ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കപ്പ് ഷുഗർ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് ഇട്ടിട്ട് ബീറ്റ് ചെയ്യേണ്ട, കുറേശ്ശെ ഇട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്തതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാതും നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യേണ്ട, ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ കളറിലും റെഡ് കളറിലുള്ള കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാനിതിൻ്റെ മുന്നേ അമൃതപ്പൊടി കൊണ്ട് പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ പൊടി ചേർക്കാണ്ട് നേരിട്ടിട്ട് ഈ ടൂട്ടി ഫ്രൂട്ടി കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ എല്ലാതും താഴത്തോട്ട് താഴ്ന്നു പോകും. അപ്പോൾ അങ്ങനെ താഴത്തോട്ട് താഴ്ന്നു പോവാതിരിക്കാനും കേക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് കെടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ പൊടി ചേർത്ത് കൊടുത്താൽ താഴത്തോട്ട് താഴ്ന്നു പോവില്ല. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ബീറ്റ് ചെയ്ത് വെച്ചതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുത്തി കലക്കാൻ പാടില്ല. ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ആ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഓയിലൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഈ സോസ് പാനിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സോസ് പാൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലത്തെ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ വെച്ചിട്ടുള്ള കേക്ക് ടീന് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 35 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 35 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പീക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ക്യൂറോ വെച്ചിട്ട് കുത്തി നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലത്തെ ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് കേക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓവനിലൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇത് മുറിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.
ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.